ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ്. ഇടാൻ ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഒന്നുകൂടെ ഞങ്ങൾ ആശുപത്രിയിലൊന്ന് പോകുമായിരുന്നു. കാരണം കഫക്കെട്ടായിരുന്നു. അവന് ഒരു അലർജിയുടെ ഒരു ഇതുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പോവുകയാണേ. അപ്പോൾ ചെന്ന് ചീട്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ടെസ്റ്റിന് എഴുതി തന്നു. പിന്നെ ഞാൻ ബില്ലടയ്ക്കാനൊക്കെ പോയി നിൽക്കുമായിരുന്നു. ബില്ലടയ്ക്കാൻ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സമയത്ത് ചേട്ടൻ കുഞ്ഞിനെ അവിടെ മാറിപ്പോയിരിക്കുമായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞിനെ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. പിന്നെ ലാബിലും പോകണമായിരുന്നു. റിസൾട്ട് മേടിക്കാനും പോകണമായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാനും പോകണമായിരുന്നു. പിന്നെ ചേട്ടായി അവിടെ കുഞ്ഞിനെ കൊണ്ട് മാറിപ്പോയിരിക്കുമായിരുന്നു. കുഞ്ഞൻ വിശന്നിട്ട് അലമ്പായിരുന്നു. പിന്നെ പാലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് തന്നെ ചേട്ടായി അവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ എന്നോട് രണ്ട് പേരൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളവിടെ ഇരിക്കുമായിരുന്നു. അപ്പം റിസൾട്ട് കിട്ടാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞിന് ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. കാരണം എന്താ വെച്ചാൽ തൊട്ടിലല്ലാതെ കിടന്ന് ഉറങ്ങത്തുമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ ഇറങ്ങി ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ കിട്ടി. ഉണ്ടാക്കി തന്നപ്പം പെരുമഴയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ട വന്നു. കാരണം അങ്ങോട്ടും ഇപ്പം ബൈക്കിന് പോയായിരുന്നു. പക്ഷേ മഴയായതുകൊണ്ട് ബൈക്ക് അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ബസ്സിന് കയറിയാണ് പോയത്. പിന്നെ ഇതാണ് മുണ്ടക്കത്തെ RD സിനിമാസ് തിയേറ്റർ. ഞാനിവിടെ 1-2 പടമൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അടിപൊളി തിയേറ്ററാണ്. 1-2-3 തിയേറ്ററുകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 സെക്ഷനായിട്ടുണ്ട്. അപ്പം നേരത്തെ ഞങ്ങൾ വിജയുടെ ഒരു പടം, സൂര്യയുടെ 2 പടമൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ടോപ്പാണ്. അടിപൊളിയാണ്, നല്ല കംഫർട്ടാണ്. സ്റ്റിച്ചിങ് മാത്രമേ ശകലം മോശമുണ്ടായിരുന്നുള്ളൂ. മെറ്റീരിയലൊക്കെ സൂപ്പറായിരുന്നു. ആ ബാർക്കൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മേടിച്ചുകൊണ്ട്. പിന്നെ ഓംലേറ്റ് അടിച്ചു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറുത്തം കൂട്ടി കഴിച്ചു. കാരണം ഞങ്ങൾ കടയിലൊന്നും കയറിയില്ലായിരുന്നു കേട്ടോ, മഴയായിരുന്നു. പിന്നെ കുഞ്ഞിനെ കൊണ്ട് കയറിച്ചൊക്കെ ഭയങ്കര പാടാണ്. കാരണം അവൻ ഭയങ്കര അലമ്പായിരുന്നു. അതുപോലെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുടയൊക്കെ പിടിച്ച് വെയിലൊക്കെ പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ മേടിച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ മുണ്ടക്കയത്ത് ഇറങ്ങിയായിരുന്നു. പിന്നെ അതെല്ലാം മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടായി മുണ്ടക്കയം വരെ ഒന്നുകൂടെ പോയി. 1-2 സാധനങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു മേടിക്കാൻ. പിന്നെ കുഞ്ഞിനുള്ളത് തന്നെ ഒരുപാട് കടയിലൊന്നും കയറിയില്ലായിരുന്നു. പിന്നെ 2 മഞ്ചും മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനൊന്ന് താഴെ നിന്ന് തീറ്റയാണ്. പിന്നെ കുറച്ച് റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. താഴത്തെ വീട്ടിലെ ചേച്ചി കയറി വന്ന വഴിക്ക് തന്നാണ്. ഭയങ്കര പുളിയുള്ളതാണ് ഇത്. അയ്യോ, വായി വെച്ചിട്ട് പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷേ കുഞ്ഞിന് ഇഷ്ടമാണ്. കുഞ്ഞിന് പുളിയാണല്ലോ എന്നാണേലും റംബൂട്ടാനാണെങ്കിൽ തിന്നോളും. അവന് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. പിന്നെ ഞാൻ അവൻ അടുത്തേക്ക് പോയി. ഞാൻ ഒരെണ്ണം തിന്ന് നോക്കിയപ്പോൾ എൻ്റെ പൊന്നോ, വായി വെക്കാൻ മേലാത്ത സൈസ് പുളിയാണ്. പിന്നെ ഇത് അടന്ന് വരുന്ന സൈസല്ല കേട്ടോ. ഇതിങ്ങനെ ഈ കുരുവേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സൈസ് റംബൂട്ടാൻ. എനിക്കതിന് അധികം ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും തിന്നുന്നുണ്ടായിരുന്നു. കുഞ്ഞിനും പൊളിച്ച് കൊടുത്തു, അവനും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ചീര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന്. ഒരു വീട്ടിന് 50 രൂപയായിരുന്നേ. അപ്പം അതെല്ലാം ഒരുക്കി കഴുകി ഞാൻ തോരൻ വെക്കാൻ വേണ്ടി സെറ്റപ്പാക്കി വെച്ചു. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട്, കിരിയാമീൻ. പിന്നെ അത് ഞാൻ മസാലയൊക്കെ തേച്ച് മൊത്തം വറക്കാൻ വേണ്ടിയാണ്. കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞി ഏകദേശം തിളച്ച് വേകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്ത് മാറ്റി അടുത്ത സെക്ഷൻ വറക്കാൻ വെച്ചു. പിന്നെ നന്നായിട്ട് ചീര കഴുകി എടുത്തത് പിന്നെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചു. പിന്നെ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായയും കുടിച്ചു. ഞാൻ ആ സമയത്ത് പാഞ്ഞ് നടക്കുവാണ്. അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോരും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, ചേട്ടാ അടുത്ത് പോകും, എൻ്റെ അടുത്ത് വരും, ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ നൈസായിട്ട് ചീര അരിഞ്ഞങ്ങ് വെച്ചു. പിന്നെ തേങ്ങായി ഒതുക്കി തോരൻ കറി വെക്കണം വൈകിട്ടത്തേന്. പിന്നെ താഴത്തെ ചേച്ചി ഒരു കപ്പളങ്ങ വന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് വെക്കുന്നില്ല, പക്ഷെ നല്ല രസമുണ്ട് ഈ കപ്പളങ്ങ കാണാൻ. ഒരു പൂ പോലെ അതിൻ്റെ ഫ്രണ്ട് വശം ഇരിക്കുന്നു. കുഞ്ഞു കപ്പളങ്ങയാണ്, നല്ല രസം തോന്നി. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിച്ചത്. ഞാൻ ചീരത്തോരൻ അടുപ്പെല്ലാം കൂടി സെറ്റാക്കി വെച്ചു. അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറ്റിറ്റ് വരുന്നതാണ്. വെള്ളം ഞാൻ ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല. അപ്പം മീനെല്ലാം വറുത്ത് മൊത്തം കഴിഞ്ഞായിരുന്നു. അപ്പം ചീരത്തോരൻ ഏകദേശം റെഡിയായി. എന്നാലും നല്ല മണം വരുന്നുണ്ട് മീൻ വറുത്തതിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.